ദുബായിൽ വാഹനങ്ങളിൽ പരസ്യ കാർഡുകൾ വയ്ക്കുന്നത് നിയമലംഘനമാണെന്ന് നഗരസഭ. കഴിഞ്ഞ ദിവസം അധികൃതർ നടത്തിയ പരിശോധനയിൽ 57 ഒഴിച്ചിൽ കേന്ദ്രങ്ങളുടെ പരസ്യ കാർഡുകൾ പിടികൂടി. വ്യാപാര മേഖലകൾ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭ പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. അനധികൃത പരസ്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി ട്രാഷ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അബ്ദുൾ മജീദ് സീഫായി അറിയിച്ചു. ദുബായിൽ 5 പുതിയ പാർക്കുകൾ കൂടി വരുന്നു. താമസ മേഖലകളിൽ കുടുംബങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് സ്ഥാപിക്കുന്ന പാർക്കുകളുടെ നിർമ്മാണം 2016 തുടങ്ങും. 3.7 കോടി ദിർഹം ചെലവഴിച്ചുകൊണ്ടുള്ള പാർക്കുകൾ 2017 ജനുവരിയോടെ പൂർത്തിയാക്കാനാകുമെന്നും മുനിസിപ്പാലിറ്റി പബ്ലിക് പാർക്സ് ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. നിലവിലുള്ള 4 പാർക്കുകളിൽ ഭിന്നശേഷിക്കാർക്കായുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. പന്ത്രണ്ടാമത് രാജ്യാന്തര പ്രോപ്പർട്ടി ഷോ ഏപ്രിൽ 11 മുതൽ 13 വരെ ദുബായ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ദുബായ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് പ്രദർശനം. 100 രാജ്യങ്ങളിൽ നിന്ന് കെട്ടിട നിർമ്മാതാക്കളും കൺസൾട്ടന്റുമാരും നിക്ഷേപകരും സംഗമത്തിൽ പങ്കെടുക്കും. വാണിജ്യ വ്യവസായ രംഗത്തെ പ്രതിഭകളെ കൈരളി TV മിഡിൽ ഈസ്റ്റ് ആദരിക്കുന്നു. വാണിജ്യ വ്യവസായ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രവാസി മലയാളികൾക്കായി കൈരളി NRI ഓൺട്രപ്രണർ അവാർഡ് നൽകുന്നു. മികച്ച യുവ സംരംഭകൻ, മികച്ച വനിതാ സംരംഭക, വാണിജ്യ മേഖലയിൽ മികവ് പുലർത്തിയവർക്കും അവാർഡുകൾ നൽകും. 2016 മാർച്ച് 19 ദുബായിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി അവാർഡുകൾ സമ്മാനിക്കും. അവാർഡുകൾക്കായി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പേരുകൾ നിർദ്ദേശിക്കാം. എൻട്രികൾ അയക്കേണ്ട വിലാസം nri@kairalitv.in. ഫെബ്രുവരി 23 മുൻപ് എൻട്രികൾ അയക്കണം. വർഗീയ ഫാസിസത്തിനും അസഹിഷ്ണുതയ്ക്കുമെതിരെ നവോദയ മക്ക ഏരിയ കമ്മിറ്റി സെമിനാർ നടത്തി. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് PK മൊയ്തീൻ കോയ പുതിയങ്ങാടിയുടെ അധ്യക്ഷതയിൽ സെമിനാർ ജിദ്ദ നവോദയ കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി നവാസ് വെമ്പായം ഉദ്ഘാടനം ചെയ്തു. ജിദ്ദ നവോദയ രക്ഷാധികാരി VK റഫ് വിഷയം അവതരിപ്പിച്ചു. കദ്രൂർ മനോജ് വധക്കേസിൽ P. ജയരാജനെ തലശ്ശേരി സെഷൻസ് കോടതി 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ UAPA ചുമത്തിയതിനാലാണ് 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജയരാജനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പരിയാരം സഹകരണ ഹൃദയാലയയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന P. ജയരാജൻ പ്രത്യേക ആംബുലൻസിൽ രാവിലെ 10:30 മണിയോടെയായിരുന്നു തലശ്ശേരി കോടതിയിലെത്തിയത്. MV ജയരാജൻ, KK രാഗേഷ് MP ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. UDF സർക്കാരും RSSും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തന്നെ കേസിൽ പ്രതി ചേർത്തതെന്ന് P. ജയരാജൻ പറഞ്ഞു. കതിരൂർ കേസ് ഉണ്ടായപ്പോൾ തന്നെ അതിൽ ഭീകരപ്രവർത്തകന്മാരെ നേരിടുന്ന UAPA നിയമം ഉൾപ്പെടുത്താൻ വേണ്ടി RSS നേതൃത്വം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും കണ്ട് ആവശ്യപ്പെടുകയുണ്ടായി. രാഷ്ട്രീയ സംഘർഷ കേസുകളിൽ UAPA ആദ്യമായിട്ട് കതിരൂർ കേസിലാണ് ഉൾപ്പെടുത്തിയത്. അത് കൃത്യമായി RSSൻ്റെ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിരുന്നു. CPMൻ്റെ പ്രവർത്തകരെന്ന നിലക്ക് കേസിൽപ്പെടുത്താനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണം RSS നടത്തുകയും അതിന് സഹായകരമായിട്ടുള്ള നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിച്ചതിനെ തുടർന്നാണ് ഈ കേസിൽ UAPA സെക്ഷൻ ഉൾപ്പെടുത്തിയത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി P. ജയരാജനെ 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഹൃദയ സംബന്ധമായ അസുഖമുള്ളതിനാൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് കോടതി സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ചു. തുടർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി. ഹൃദയ സംബന്ധമായ വിദഗ്ധ ചികിത്സ നൽകണമെന്ന് ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ സംഘവും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 2 മണിയോടെ P. ജയരാജനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ, ജെയിംസ് മാത്യു MLA തുടങ്ങിയവർ P. ജയരാജനെ ജയിലിൽ സന്ദർശിച്ചു. ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായ നിയമ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് K. വിശ്വൻ അറിയിച്ചു. കോടതി വളപ്പിലും വഴിയോരത്തും ജയിൽമുറ്റത്തും 100 കണക്കിന് CPIM പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു.
പി ജയരാജനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതാക്കൾ അറിയിച്ചു. കണ്ണൂരിൽ നിന്നും PV ജോഷിലക്കും സിജു കണ്ണനുമൊപ്പം PV കുട്ടൻ. പി ജയരാജനെതിരായ കേസിൽ നിയമ പോരാട്ടം തുടരുമെന്ന് പിണറായി വിജയൻ. ജയരാജന്റെ ആരോഗ്യകാര്യത്തിൽ രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. രോഗകാര്യത്തിൽ, ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ, ഈ ആവശ്യമായ പരിശോധനകൾ ഒരുക്കുന്ന കാര്യത്തിൽ എന്താണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുക എന്ന് കണ്ട് അറിയേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതിലും രാഷ്ട്രീയമായ പകപോക്കൽ സമീപനം സ്വീകരിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും ജയിൽ സൂപ്രണ്ടിൻ്റെ അടുത്ത് ഈ റിപ്പോർട്ടുകളെല്ലാം ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതവരുടെ തീരുമാനത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യം. ഞങ്ങൾ നിയമത്തിന് കീഴടങ്ങി ഇനി നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുകയും ചെയ്യും. രമേശ് ചെന്നിത്തലയും രാജ്നാഥ് സിംഗും ഭായ് ഭായ് കളിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. UAPA ചുമത്തുന്നതിൽ സംസ്ഥാനത്ത് ഇരട്ട നീതിയാണെന്നും UAPA ചുമത്തിയ RSS പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ സർക്കാർ സൗകര്യമൊരുക്കുകയാണെന്നും കോടിയേരി പാലക്കാട് പറഞ്ഞു. UDF സർക്കാർ RSSുമായി ഒത്തുകളിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് RSSകാരായ പ്രതികൾക്ക് UAPA ചുമത്തിയ കേസുകളിൽ പോലും ഈ കേരളത്തിൽ ജാമ്യം കിട്ടുന്നത്. ഇത് ചെന്നിത്തലയും രാജ്നാഥ് സിംഗും ഭായി ഭായി കളിക്കുകയാണ്. കേരളത്തിൽ ഇവിടെ പക്ഷപാതപരമായി ഗവൺമെന്റ് പ്രവർത്തിക്കുകയാണ്. ഇടതുപക്ഷ പ്രവർത്തകന്മാരെ ജയിലിൽ ഉൾപ്പെടുത്താൻ കരുനിയമം പ്രയോഗിക്കുകയും കോടതിയിൽ ജാമ്യം കിട്ടാൻ സഹായകമല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സർക്കാർ RSSകാരായ പ്രതികൾക്ക് ജാമ്യത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ഇതാണ് ഇരട്ട നീതിയാണ് ഈ സംസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്നത്. പി ജയരാജനെ സംഘപരിവാർ ശക്തികൾ വേട്ടയാടാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. 17 വർഷം മുൻപുള്ള തിരുവോണനാളിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ RSS സംഘം അദ്ദേഹത്തെ വെട്ടിനുറുക്കുകയും മരിച്ചുവെന്ന് ഉറപ്പിക്കുകയും ചെയ്ത ശേഷമാണ് മടങ്ങിയത്. 1999 തിരുവോണനാൾ മറ്റു മലയാളികളെ പോലെ തന്നെ ജയരാജനും കുടുംബത്തോടൊപ്പം തിരുവോണ സദ്യയുണ്ട് വീട്ടിൽ വിശ്രമിക്കുന്ന സമയം. 50 പേരോളം വരുന്ന RSS കൊലയാളി സംഘം കതിരൂരിലെ പി ജയരാജന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുന്നു. നിരായുധനായ നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ശരീരം വെട്ടിനുറുക്കുകയായിരുന്നു പിന്നീട് RSS കാവാലികർ. ആ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടകന്നുവെന്ന് ഉറപ്പിച്ച ശേഷമായിരുന്നു കൊലയാളികളുടെ മടക്കം. ഒരു വലിയ നടുക്കത്തിൽ നിന്നും തിരിച്ചുവന്ന ഭാര്യ യമുനയുടെ ഇടപെടലാണ് പിന്നീട് ജയരാജനെ ജീവന്റെ പാതയിലേക്ക് പിച്ചവെപ്പിച്ചത്. അല്പജീവനം കൊണ്ട് ജയരാജനെയും വഹിച്ച് ആംബുലൻസ് ആശുപത്രിയിലേക്ക് പാഞ്ഞു. കണ്ണൂരിലെ ചികിത്സയിൽ ജീവൻ തിരിച്ചുപിടിച്ചു. പിന്നീട് RSSന്റെ കൊലയാളി സംഘം വെട്ടിമാറ്റിയ കൈപ്പത്തിയും വിരലുകളും തുന്നിച്ചേർക്കാനായി എറണാകുളത്ത് വിദഗ്ധ ചികിത്സ. കണ്ണൂരിന്റെ ചുവപ്പുകോട്ടയെ കാത്തുസൂക്ഷിച്ച സഖാവിനെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പിന്നീട് പ്രസ്ഥാനം കാത്തുസൂക്ഷിച്ചത്. പതിയെ പതിയെ ജയരാജൻ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. പക്ഷേ ഇപ്പോഴും ആക്രമണത്തിന്റെ ബാക്കി പത്രങ്ങൾ ആ ശരീരത്തിലുണ്ട്. 99 ആ തിരുവോണനാളിന് ശേഷം സ്വന്തമായി ഒരു ഉരുളച്ചോറ് വാരിക്കഴിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഫാസിസ്റ്റുകൾക്ക് വളരാൻ കരുത്തനായ ഒരു ശത്രു അനിവാര്യമാണ്. കണ്ണൂരിൽ RSSന്റെ മുഖ്യ ശത്രുവായി ജയരാജൻ മാറുന്നത് അങ്ങനെയാണ്. കണ്ണൂരിന്റെ ചുവപ്പുകോട്ടയെ കാവിപുതപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ BJP നേതാക്കളെ CPIMലേക്ക് കൊണ്ടുവന്നത് ജയരാജന്റെ ഇടപെടലായിരുന്നു. RSS തയ്യാറാക്കുന്ന ഒരു കുറ്റപത്രത്തിൽ 1-ാം പ്രതിയാകാൻ ഈ ഒരൊറ്റ കാരണം മാത്രം മതിയാകും പി ജയരാജന്. കാവിക്കൊടി പതുക്കെ പതുക്കെ ചുവപ്പണിയുന്നത് ദേശീയ നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചു കളഞ്ഞു. RSSന്റെ കുത്തകയായ ശ്രീകൃഷ്ണ ജയന്തിയുടെയും ഗണേശോത്സവത്തിന്റെയും കാവിപ്രഭ കെടുത്തിയത് CPIM ആണ്. ഇങ്ങനെ പോയാൽ കണ്ണൂരിൽ RSS തകർന്നടിയുമെന്ന ഭീതിയാണ് പി ജയരാജൻ എന്ന കരുത്തനെ തടവറയിലേക്ക് നയിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്. ജനമനസ്സുകളിൽ ആവേശം വിതറി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് കൊല്ലം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം നഗരം എന്നിവിടങ്ങളിൽ ഇന്ന് മാർച്ചിന് സ്വീകരണം നൽകി. നവകേരള മാർച്ച് നാളെ കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തലസ്ഥാന ജില്ലയിലേക്ക് പ്രവേശിക്കും.
കരുനാഗപ്പള്ളിയായിരുന്നു കൊല്ലം ജില്ലയിലെ രണ്ടാം ദിന പര്യടനത്തിലെ ആദ്യ സ്വീകരണ കേന്ദ്രം. കർഷക തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും ഒക്കെ സമരതീക്ഷ്ണമായ ഇന്നലകളുടെ പൈതൃകം പേറുന്ന മണ്ണ് നാടിനെ മാറ്റിത്തീർക്കാൻ പടനയിച്ചെത്തിയ ജാഥാനായകനെ ആവേശപൂർവ്വം അവർ വരവേറ്റു. കരിമണലിന്റെ നാടായ ചവറയായിരുന്നു അടുത്ത സ്വീകരണ കേന്ദ്രം. ജാഥാപ്രയാണത്തിനിടെ വെള്ളനാതുരുത്ത് കരിമണൽ ഖനന കേന്ദ്രവും പിണറായി സന്ദർശിച്ചു. തുടർന്ന് ചവറയിലേക്ക് ടൈറ്റാനിയത്തിന് സമീപം ഒരുക്കിയ സ്വീകരണവേദി പിണറായി എത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ പ്രദേശം ജനനിബിഡമായിരുന്നു. ജാഥാനായകൻ എത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയായി. ചുവപ്പ് സേനാംഗങ്ങൾ നൽകിയ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് പിണറായി വേദിയിലേക്ക്. അടുത്ത സ്വീകരണ കേന്ദ്രം കുണ്ടറ നിയമസഭാ മണ്ഡലം. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ വീരപൈതൃകം പേറുന്ന മണ്ണ്. ചുവപ്പണിഞ്ഞ് മുക്കട ജംഗ്ഷൻ. പതിനായിരങ്ങളാണ് ജാഥാനായകനെ കാണാനും അഭിവാദ്യമർപ്പിക്കാനുമായി എത്തിയത്. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി MLA കുണ്ടറയിൽ ജാഥാംഗങ്ങളെ സ്വീകരിച്ചു. നവകേരള മാർച്ച് 29ാം ദിന പര്യടനത്തിന്റെ സമാപനത്തിന് വേദിയായത് കൊല്ലം. ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കന്റോൺമെന്റ് മൈതാനം ജനസാഗരം. ഇരമ്പിയെത്തിയ ജനസഞ്ചയം സമരപാരമ്പര്യം പേറുന്ന കൊല്ലത്തിന്റെ കൊടിയടയാളമായി. അതിരില്ലാത്ത ആവേശത്തോടെയാണ് കൊല്ലം പിണറായിയെ സ്വീകരിച്ചത്. ജാഥാപ്രയാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ശാസ്താംകോട്ടക്കായൽ പിണറായി സന്ദർശിച്ചു. നവകേരള മാർച്ച് നാളെയും കൊല്ലം ജില്ലയിൽ പര്യടനം തുടരും. ക്യാമറമാൻമാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന ബജറ്റ്. 3030 കോടി രൂപയുടെ ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ 112 കോടി രൂപ മാത്രമാണ് അധിക വിഭവ സമാഹരണം. ലൈറ്റ് മെട്രോ, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ തുടങ്ങി 17 സുപ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി 2536.07 കോടിയാണ് ഉമ്മൻചാണ്ടി UDF സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ചത്. നികുതി ഇളവായിരുന്നു ബജറ്റിലെ മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം. കാർഷികാദായ നികുതിയിൽ നിന്നും എല്ലാ കമ്പനികളെയും ഒഴിവാക്കി. ജീവൻ രക്ഷാ മരുന്നുകളുടെ വാറ്റ് നികുതി രോഗികൾക്ക് തിരിച്ചു നൽകും. എല്ലാ BPL കുടുംബങ്ങൾക്കും സൗജന്യമായി അരി വിതരണം ചെയ്യും. BPL കുടുംബങ്ങൾക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. ഇതിന് 257.89 കോടി രൂപ വകയിരുത്തുന്നു. എല്ലാ BPL AAY കുടുംബങ്ങൾക്കും റേഷൻ കട വഴി സൗജന്യമായി അരി വിതരണം ചെയ്യുന്നതാണ്. ഇന്ന് 1 രൂപയ്ക്ക് വാങ്ങുന്നത് രൂപയില്ലാതെ സൗജന്യമായി നൽകും. സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന 30 ലക്ഷത്തോളം പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ബാങ്കുകളുടെ സഹകരണത്തോടെ വിദ്യാഭ്യാസ വായ്പാ തിരിച്ചടവിന് 200 കോടി വകയിരുത്തി. വിദ്യാഭ്യാസ വായ്പ കൃത്യമായി 10 മാസം അടയ്ക്കുന്നവർക്ക് സർക്കാർ 2 മാസത്തേക്ക് പലിശ ഇളവ് നൽകും. കാർഷിക മേഖലയുടെ വികസനത്തിനായി 764.21 കോടിയും റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിനായി 500 കോടിയും കുടുംബശ്രീക്കായി 130 കോടിയും ബജറ്റ് നീക്കിവെച്ചു. ശബരിമല മാസ്റ്റർ പ്ലാനിന് 40 കോടിയും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് 100 കോടിയും ബജറ്റ് പ്രഖ്യാപിച്ചു. എല്ലാത്തരം പ്ലാസ്റ്റിക് ബാഗുകൾക്കും 20% നികുതി ഏർപ്പെടുത്തി. നിരാലംബരുടെ പരിചരണത്തിനായി 100 കോടി രൂപയും ബജറ്റ് വകയിരുത്തുന്നു. ക്ഷീരകർഷകർക്ക് ക്ഷേമ പെൻഷൻ 500-ൽ നിന്നും 750 രൂപയാക്കിയും മത്സ്യത്തൊഴിലാളികളുടെ ദുരിതാശ്വാസ സഹായം 1800-ൽ നിന്നും 2700 രൂപയാക്കിയും വാർദ്ധക്യകാല പെൻഷൻ 1000-ൽ നിന്നും 1500 ആക്കിയും വർദ്ധിപ്പിച്ചു. 3030 കോടിയുടെ ആകെ നികുതി ഇളവാണ് ബജറ്റിലുള്ളത്. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവുകൾ 1575 കോടി രൂപ. പ്രഖ്യാപിച്ച ഇളവുകൾക്ക് 330.45 കോടിയും അധിക വിഭവ സമാഹരണം 112 കോടി രൂപയുമാണ്. റവന്യൂ വരവ് 84,092.61 കോടിയും റവന്യൂ ചെലവ് 93,990.06 കോടിയുമാണ്. വികസനവും കരുതലും ആപ്തവാക്യമാക്കിയ സർക്കാർ ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ബജറ്റാണ് ഇന്നിപ്പോൾ അവതരിപ്പിച്ചത്. എസ് ഷീജ, തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിലെ നിർണായക വിവരങ്ങൾ ചോർന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ബജറ്റ് അവതരണം ബഹിഷ്കരിച്ചു. നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വൻകിട വ്യവസായികളെ സഹായിക്കുന്നതാണ് ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. ബജറ്റ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയാത്തയാളാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സർക്കാർ രാജിവെക്കണമെന്ന പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു പ്രതിപക്ഷ MLA-മാർ ഇന്ന് സഭയിലെത്തിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി.
സർക്കാർ രാജിവെക്കണമെന്ന പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു പ്രതിപക്ഷ എംഎൽഎമാർ സഭയിലെത്തിയത്. പിന്നീട് പ്രതിഷേധം കൂടുതൽ ശക്തമായി. ഇതിനിടയിൽ ചോർന്ന ബജറ്റിലെ കണക്കുകളും പ്രതിപക്ഷം പുറത്തുവിട്ടു. ചോർന്ന ബജറ്റിന്റെ പകർപ്പ് സഭയിൽ വിതരണം ചെയ്യുകയും ചെയ്തു. ചോർന്ന ബജറ്റ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പിന്നീട് സഭ വിട്ടിറങ്ങി. നിയമസഭയ്ക്ക് മുന്നിൽ എത്തിയ പ്രതിപക്ഷം സഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നു. വ്യവസായികൾക്കും വ്യാപാരികൾക്കുമെല്ലാം സ്വർണ്ണ കച്ചവടക്കാർക്കുമെല്ലാം കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ അറിയാൻ, മനസ്സിലാക്കി, ബഡ്ജറ്റ് മനസ്സിലാക്കി നിർദ്ദേശങ്ങൾ വയ്ക്കാൻ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യമായ ഒരു ബഡ്ജറ്റാണ്. ബജറ്റ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനറിയാത്ത മുഖ്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത്തരത്തിൽ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ഇതിനകം പുറത്തു വന്നതിന് ശേഷമാണ് ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ടേബിൾ എ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന ഒരു പേജ് തന്നെ പുറത്തു വന്ന് ചില മാധ്യമങ്ങൾ അത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UDF സർക്കാരിന്റെ അവസാന ബജറ്റാണ് KM മാണി രാജിവെച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ബജറ്റിൽ വരവും ചെലവും തമ്മിൽ പൊരുത്തക്കുറവ്. ഇളവുകൾ 330 കോടിയുടേത്, അധിക ചെലവ് 1575 കോടി. എന്നാൽ അധിക വിഭവ സമാഹരണം 112 കോടി രൂപ മാത്രമാണ്. 2 മണിക്കൂർ 54 മിനിറ്റ് നീണ്ട ഉമ്മൻചാണ്ടിയുടെ ബജറ്റ് പ്രസംഗത്തിൽ ഒട്ടേറെ പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും എങ്ങനെ നടപ്പാക്കുമെന്നത് വ്യക്തമാക്കുന്നില്ല. 1575 കോടി രൂപയുടെ അധിക ചെലവും 330 കോടിയുടെ നികുതി ഇളവുകളും പ്രഖ്യാപിച്ച ബജറ്റിൽ 112 കോടി രൂപയുടെ വിഭവ സമാഹരണം മാത്രമാണ് ലക്ഷ്യമിടുന്നത്. വ്യക്തിഹത്യ നടത്തി വികസനം മുരടിപ്പിക്കുന്നുവെന്ന രാഷ്ട്രീയ വിമർശനവും ഉമ്മൻചാണ്ടി ഉന്നയിച്ചു. എന്നാൽ വികസനത്തോട് മുഖം തിരിച്ചും സംഘർഷങ്ങളും കലാപങ്ങളും സൃഷ്ടിച്ചും വ്യക്തിഗത നടത്തിയും വികസനത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവർക്ക് കാലം മാപ്പ് നൽകില്ല. റവന്യൂ വരവ് പെരുപ്പിച്ചു കാട്ടി പ്രഖ്യാപിച്ച പദ്ധതികൾ തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഗ്രാൻഡ് ഇൻ എയ്ഡ് 24% കൂടുമെന്നാണ് കണക്ക് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ സാധിക്കും? എക്കണോമിക് റിവ്യൂവിൽ പറയാം ഗ്രാൻഡ് ഇൻ എയ്ഡ് 1000 കോടിയെങ്കിലും കുറയും. എന്നിട്ട് ബഡ്ജറ്റ് കണക്കുണ്ടാക്കുമ്പോൾ 24% ഗ്രാൻഡ് ഇൻ എയ്ഡ് കൂടുമെന്ന് വെച്ച് കമ്മി കുറച്ച് കാണിക്കും. എന്ന് വെച്ചാൽ ഈ 24,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാനുള്ളത്. റവന്യൂ കമ്മി 5 വർഷം കൊണ്ട് 0-ലെത്തിക്കുമെന്നായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആദ്യ പ്രഖ്യാപനങ്ങളിലൊന്ന്. എന്നാൽ 2016-17 ബജറ്റിൽ റവന്യൂ കമ്മി 9897.45 കോടിയാണെന്ന യാഥാർത്ഥ്യം ബാക്കിയാകുന്നു. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബജറ്റ് വിൽപ്പന തുടരുന്നുവെന്നതിന്റെ തെളിവാണ് ബജറ്റ് ചോർന്ന സംഭവമെന്ന് പിണറായി വിജയൻ. പുതിയ നികുതി നിർദ്ദേശങ്ങളടങ്ങുന്ന രഹസ്യങ്ങൾ ചോർന്നത് ഗൗരവതരമാണ്. നിയമസഭയെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വേദിയാക്കി ഉമ്മൻചാണ്ടി മാറ്റുകയാണ്. സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടഞ്ഞത് അംഗീകരിക്കാവുന്ന നടപടിയല്ലെന്നും പിണറായി കരുനാഗപ്പള്ളിയിൽ പറഞ്ഞു. സാധാരണ ബജറ്റ് പരമരഹസ്യമാണ്. എന്നാൽ ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച ബജറ്റ് അതിനു മുൻപ് തന്നെ പുറത്തു വന്നിരിക്കുന്നു. അതിൽ ബജറ്റ് ബ്രീഫ് എന്ന് പറഞ്ഞ ഒരു രേഖ ബജറ്റിന് ശേഷം പൊതുവെ കൊടുത്തു. അത് ആദ്യമേ തന്നെ ആളുകളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അപ്പോൾ പുതിയ നികുതി നിർദ്ദേശങ്ങളും മറ്റും നേരത്തെ തന്നെ ആളുകൾ മനസ്സിലാക്കിയെന്നാണ് ആ ബജറ്റിന്റെ രഹസ്യം ചോർന്നു വിടുന്നത്. നേരത്തെ തന്നെ ഇവിടെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ബജറ്റ് വിൽക്കുകയാണ്. അതിന് സമാനമായ കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ബജറ്റ് ചോർന്നെന്ന ആരോപണം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. ആരോപണം അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതൊന്നും ഇതായിട്ടില്ല. ഇപ്പം ഏതായാലും ഞാൻ ഫിനാൻസ് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് യാതൊരു അപാകതയും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടായെന്നിരിക്കട്ടെ, എന്താ ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത്? ആ നിയമസഭയ്ക്കകത്ത് നിന്നുകൊണ്ട് ഞങ്ങളോട് ചോദിക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ ഇവരെന്തോ ഒരു മണ്ടത്തിലാണ് കാണിച്ചത്. ഒരു സ്റ്റേറ്റിന്റെ ബഡ്ജറ്റ് എന്ത് എപ്പം അത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പാണ് കാണിക്കേണ്ടത്. കള്ളക്കടത്തിനെയും മാഫിയകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റാണ് സർക്കാരിൻ്റേതെന്ന് കേരള ജ്വല്ലറി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി MP അഹമ്മദ് പറഞ്ഞു. വോട്ട് ബാങ്ക് മാത്രമാണ് സർക്കാർ ഈ ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളക്കടത്തും മണ്ണ അക്കൗണ്ട് ബിസിനസ്സും അനധികൃത വ്യാപാരവും മാഫിയകളും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് ബജറ്റ്. ബജറ്റിൽ മൊത്തം കുറേ വാഗ്ദാനങ്ങളുണ്ട്.
ഈ വാഗ്ദാനങ്ങൾ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഇതാണുള്ളത്. ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയാം. അപ്പോൾ ഈ നികുതി വെട്ടിപ്പും നികുതി തട്ടിപ്പും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നികുതി സമ്പ്രദായം നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. ജോയ് ആലുക്കാസിന്റെ പുതിയ ഷോറൂം ദില്ലിയിൽ തുറന്നു. ദില്ലി പുസ റോഡിലെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം MLA വിജേന്ദർ ഗുപ്ത നിർവഹിച്ചു. ജോയ് ആലുക്കാസിന്റെ 145-ാം ബ്രാഞ്ചാണ് ദില്ലി പുസ റോഡിലേത്. പ്രത്യേക ജ്വല്ലറി കളക്ഷനാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ജോയ് ആലുക്കാസ് അറിയിച്ചു.